ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷുൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാരുടെ 5ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ മക്കളെ, എന്താണ് നമ്മുടെ 5ാമത്തെ യൂണിറ്റിൻ്റെ പേര് നോക്കിക്കേ? നന്നാവാൻ ഒന്നാവാം എന്നാണ്. എന്താണ് മക്കളെ? നന്നാവാൻ ഒന്നാവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നോക്കിക്കേ, നമ്മുടെ പാഠഭാഗത്തിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ ചിത്രത്തിൽ കൂട്ടുകാർക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഒരു വെള്ളക്കുഴിയിൽ അറിയാതെ വീണ് പോയിട്ടുള്ള ഒരു ആനയുടെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ മക്കളെ, അവൻ്റെ ചുറ്റിലും കൂടിയിട്ടുള്ള ആളുകൾ എന്തിനുള്ള ശ്രമത്തിലാണ്? അവനെ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അല്ലേ? ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കയറും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ? എന്തിനാണ്? ആനയെ കയറ്റാനാണ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? JCB എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണ് കോരിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണാം. ആ ഒരു വെള്ളക്കുണ്ടിലുള്ള വെള്ളം മോട്ടോർ വെച്ചിട്ട് വറ്റിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെയും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? ഈ ആളുകളിലെ നമ്മുടെ ചിത്രത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? അവരുടെ സഹജീവി അല്ലെങ്കിൽ ഒരു മിണ്ടാപ്രാണിക്ക് ഒരു അപകടം വന്ന സമയത്ത് അവരതിനെ രക്ഷിക്കാനായിട്ട് മുതിരുന്നുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടല്ലേ? നന്മയുള്ളവർക്കല്ലേ മക്കളെ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ 2ാമത്തെ ചിത്രം നോക്കിക്കുകയും ആ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർക്ക് കാണാനായിട്ട് കഴിയുന്നത്? കുറേ സ്കൂൾ കുട്ടികളുണ്ട് അല്ലേ? ഒരുപാട് കൂട്ടുകാർ ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അവരുടെ മുന്നിലായിട്ട് മക്കൾക്ക് ഒരു പ്രത്യേകതയുള്ള കുട്ടിയെ കാണാം അല്ലേ? അവനൊന്ന് ശ്രദ്ധിച്ചേ മക്കളെ. അവൻ എന്താണ്? ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലേ? കാലിനോ മറ്റോ അവന് നടക്കാൻ എന്തോ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത് അല്ലേ? പക്ഷെ അവിടെ നോക്കിക്കേ മക്കളെ, അവനും അവൻ്റോടൊപ്പം ഉള്ള കൂട്ടുകാരൊക്കെ എന്താണ്? ഒരുപാട് സന്തോഷത്തിലാണ് അല്ലേ? മക്കളെ, മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത്തരമുള്ള ആളുകൾ, അതായത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ്, എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയുമോ മക്കളെ? ഇല്ല അല്ലേ? അവർക്ക് എപ്പോഴും നമ്മുടെ ഒരു സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹായം കൂടി ആവശ്യമാണ് അല്ലേ? നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ മിക്കപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ അത്തരത്തിലുള്ള കുട്ടികൾക്കും ചെയ്തു കൊടുക്കണം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ എന്ത് വേണം? നന്മ വേണം അല്ലേ? എങ്കിലേ നമുക്ക് ഇത്തരം പ്രവർത്തികൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? തുല്യരായിട്ട് കാണണം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ച് നല്ല പ്രവർത്തികൾ ചെയ്ത് ഇത്തരത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന കൂട്ടുകാരെയൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ സഹായിക്കുക അല്ലേ? ഓക്കെ മക്കളെ, അപ്പം ഈ 2 ചിത്രത്തിൽ നിന്നും എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത്? എന്താണ്? നമ്മൾ മനുഷ്യർ നന്മയുള്ളവരാവണം അല്ലേ? നന്മയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ചേരണം. എങ്കിലേ എന്താവുള്ളൂ? നമ്മൾ നന്നാവൂ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരിൽ തന്നെ നമ്മളടുത്തേക്ക് പറയുന്നത് അല്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് മക്കൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് മക്കളെ നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് പറ്റുന്നത്? ഒരു രാജകൊട്ടാരത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അതിൻ്റെ മുന്നിലായിട്ട് കൂട്ടുകാർക്ക് 2 ആളുകളെ കാണാം. ആരൊക്കെയാണ് മക്കളെ അത്? നമ്മുടെ സിദ്ധാർത്ഥ രാജകുമാരനും അതുപോലെ തന്നെ ദേവദത്തനുമാണ് അല്ലേ? ദേവദത്തൻ്റെ കയ്യിൽ കൂട്ടുകാർക്ക് ഒരു അമ്പും വില്ലൊക്കെ കാണാം അല്ലേ? അപ്പം ദേവദത്തൻ അമ്പെഴുതി വീഴ്ത്തിയതാണ് സിദ്ധാർത്ഥൻ്റെ കയ്യിലുള്ള ആ ഒരു അരയന്നത്തെ അല്ലേ? അപ്പം താൻ അമ്പെഴുതി വീഴ്ത്തിയതാണ് അരയന്നത്തെ എന്നും അതിന് തനിക്ക് തരണം എന്നുള്ള കാര്യമൊക്കെയാണ് അവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്കവിടെ സഹോദരൻ അയ്യപ്പൻ എഴുതിയ ചെറിയൊരു 4 വരി കവിത തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ. വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം, ദൃഢമേവരും ഇവിടെ സുഖമമരേണ്ടവരല്ലോ, സമഭാവന കൈക്കൊള്ളുക സമഭാവന ശരണം. സമഭാവന എന്ന കൃതിയിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടുള്ള ഒരു 4 വരി കവിതയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചിത്രവുമായി ബന്ധപ്പെട്ട ആരാണ് അവകാശി എന്ന കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ഈ കഥയും ഈ കവിതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കഥയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അവിടെ തന്നിട്ടുള്ള കവിതയിൽ എന്താണ് മക്കളെ പറയുന്നത്? വലുതിന്നിര ചെറുതെന്നത് മൃഗജീവിത നിയമം അല്ലേ? നമുക്കറിയാം ഈ വലിയ
ജീവികൾ, ഈ സിംഹം, പുലി പോലുള്ള ജീവികൾ അല്ലേ, അവരാരെയാണ് ഭക്ഷിക്കുക മക്കളെ? ചെറിയ മൃഗങ്ങളെയൊക്കെയാണ് അവരെന്ത് ചെയ്യുക, ഭക്ഷിക്കുക. അതാണ് എന്ത് നമ്മുടെ മൃഗജീവിത നിയമം എന്ന് പറയുന്നത്. മൃഗങ്ങൾക്കിടയിലുള്ള ആ ഒരു നിയമം എന്ന് പറയുന്നത് എന്താണ്? വലിയവർക്ക് ഇര ആരാണ്? ചെറിയവരെന്നതാണ് ഈ ജീവികൾക്കിടയിലുള്ള നിയമം എന്ന് പറയുന്നത്. അടുത്ത വരി നോക്കിക്കുക മക്കളെ. ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം. എന്താണ് മക്കളെ നരൻ എന്ന് പറഞ്ഞാൽ? മനുഷ്യനെയാണ് പറയുന്നത് അല്ലേ. അപ്പം മനുഷ്യരുടെ ജീവിതത്തിലോട്ട് വരുന്ന സമയത്ത് ചെറുതിൻ തുണ വലുതെന്നത് അല്ലേ, അതായത് ചെറിയ ആളുകളല്ലേ. ചെറിയ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈറ്റ് കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് നമ്മളൊരു ചിത്രം കണ്ടു അല്ലേ, അതായത് ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കുട്ടിയെ മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചെറുത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ എത്തിപ്പെടുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാനോ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ചെന്നെത്താൻ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവർക്ക് തുണയായിട്ട് ആര് നിൽക്കണം മക്കളെ? നമ്മൾ നിൽക്കണം അല്ലേ. നമ്മളിപ്പോൾ ഒരു ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് അല്ലേ, പ്രായം ചെന്ന ആളുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സീറ്റൊക്കെ മാറിക്കൊടുത്ത് അവർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കൂലേ. അതെന്താണ്? അവർക്ക് പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളാണ്, നമ്മളെപ്പോലെ നിൽക്കാനൊക്കെ പ്രയാസമുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ ആ ചെറിയ ആളുകൾക്ക് തുണ എന്നത് ആരാണ്? നമ്മൾ വലിയ ആളുകളാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു കവിതയിൽ പറയുന്നത് കേട്ടോ. അപ്പം മൃഗങ്ങളുടെ ജീവിതം പോലെയാണോ നമ്മൾ മനുഷ്യരുടെ ജീവിതം? അല്ല അല്ലേ. ചെറിയവൾക്ക്, അതായത് പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? തുണയായിട്ട് നിൽക്കണം. പക്ഷെ മൃഗജീവിതത്തിലോട്ട് വരുന്ന സമയത്ത് എന്താണ് മക്കളെ? വലുതായവർക്ക് ഇര എന്നത് ആരാണ്? ചെറിയ ആളുകളാണ്, അതായത് ചെറിയ ജീവികളാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അവിടെ തന്നിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ എഴുതിയ കവിതയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കവിതയിൽ മുഴുവനും നമുക്ക് ആശയങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിനോടൊപ്പം നമുക്ക് പറയുന്നുണ്ട് ചിത്രവുമായി ബന്ധപ്പെട്ട ആരാണ് അവകാശി എന്ന കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആരാണ് അവകാശി എന്നുള്ള കഥ ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് പറയാം കേട്ടോ. അതിനുശേഷം ആ കവിതയുമായിട്ട് നമുക്കത് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കിക്കേ മക്കളെ, ആരാണ് അവകാശി എന്നുള്ള കഥയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നോക്കൂ, ഒരു ദിവസം സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കൂടി ഒരു നദീതീരത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം അരയന്നങ്ങൾ പറന്നു പോകുന്നുണ്ടായിരുന്നു. അവയുടെ പറക്കലിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷി സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മുമ്പിൽ വീണു. അതിൻ്റെ ഒരു ചിറകിനടിയിൽ ഒരമ്പ് തറച്ചിരുന്നു. സിദ്ധാർത്ഥ രാജകുമാരൻ അത് മെല്ലെ മാറ്റി പക്ഷിയുടെ മുറിവ് കെട്ടി അതിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ ബന്ധുവായ ദേവദത്തൻ അവിടെ ഓടിയെത്തി. താൻ അമ്പെഴുതി വീഴ്ത്തിയ പക്ഷിയെ എടുക്കാൻ ആയിരുന്നു അയാൾ വന്നത്. എന്നാൽ സിദ്ധാർത്ഥൻ മുറിവ് പറ്റി ആ പക്ഷിയെ കൊടുക്കാൻ തയ്യാറായില്ല. ആ പാവ പക്ഷിയുടെ ജീവൻ രക്ഷിച്ച തനിക്ക് അവകാശപ്പെട്ടതാണ് ആ പക്ഷി എന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു. പക്ഷി സുഖം പ്രാപിച്ചപ്പോൾ സിദ്ധാർത്ഥൻ അതിനെ സ്വന്തമാക്കി. പക്ഷി എന്നതാണ് കേട്ടോ മക്കളെ. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് അവിടെ കഥ? നമ്മുടെ ഒരു സിദ്ധാർത്ഥ രാജകുമാരൻ എന്ത് ചെയ്യായിരുന്നു? കൊട്ടാരത്തിൻ്റെ പൂന്തോട്ടത്തിലൂടെ അല്ലേ, കൊട്ടാരത്തിന് മുന്നിലുള്ള പൂന്തോട്ടത്തിൽ കൂടെ അങ്ങനെ നടന്നു പോവുകയായിരുന്നു അല്ലേ. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്? ഒരു അരയന്ന കൂട്ടം അങ്ങനെ പറന്നു പോകുന്നത് കണ്ടത്. അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചത്? അതിലൊരു പക്ഷി സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മുമ്പിലേക്ക് ചെന്ന് വീണതില്ലേ. അപ്പോൾ അദ്ദേഹം അതെടുത്ത് നോക്കിയ സമയത്ത് എന്താണ് കണ്ടത്? അതിൻ്റെ ചിറകിനടിയിൽ എന്ത് തറച്ചിട്ടുണ്ടായിരുന്നു? ഒരു അമ്പ് തറച്ചിരുന്നു അല്ലേ. അപ്പോൾ സിദ്ധാർത്ഥ രാജകുമാരൻ എന്ത് ചെയ്തു? മെല്ലെ അത് മാറ്റിയിട്ട് ആ പക്ഷിയുടെ മുറിവെല്ലാം കെട്ടി അതിനെന്ത് ചെയ്തു? നന്നായിട്ട് ശുശ്രൂഷിച്ചു അല്ലേ. അപ്പോഴാണ് നമ്മുടെ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ ബന്ധുവായിട്ടുള്ള ദേവദത്തൻ അവിടേക്ക് ഓടി വന്നത്. അദ്ദേഹം എന്തിനാണ് ഓടി വന്നത്? അദ്ദേഹം അമ്പെഴുതി വീഴ്ത്തിയിട്ടുള്ള ആ പക്ഷിയെ എടുക്കാനാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അല്ലേ. പക്ഷേ സിദ്ധാർത്ഥ രാജകുമാരൻ അതിന് സമ്മതിച്ചോ? ഇല്ല അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? ആ പക്ഷിയെ കൊടുക്കാനായിട്ട് തയ്യാറായില്ല അല്ലേ. എന്നിട്ട് ആ പക്ഷി എന്ത് ചെയ്തു? അദ്ദേഹം നന്നായിട്ട് ശുശ്രൂഷിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ജീവൻ രക്ഷിച്ചത് താനാണെന്നും അതുകൊണ്ട് തന്നെ ആ പക്ഷി തനിക്ക് അവകാശപ്പെട്ടതാണെന്നും എന്നുള്ളത് ആര് പറഞ്ഞു? നമ്മുടെ സിദ്ധാർത്ഥ രാജകുമാരൻ പറഞ്ഞു അല്ലേ. അങ്ങനെ പക്ഷിക്ക് എല്ലാ അസുഖങ്ങളൊക്കെ മാറി സിദ്ധാർത്ഥൻ എന്ത് ചെയ്തു? ആ പക്ഷിയെ സ്വന്തമാക്കി. അപ്പം അതാണ് ആരാണ് അവകാശി എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചത്? നമ്മുടെ ഈ ചിത്രവും അതുപോലെ തന്നെ ആരാണ് അവകാശി എന്ന കഥയും ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ കഥയും ഈ കവിതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ ആരാണ് അവകാശി എന്ന് പറയുന്ന കഥയും അതുപോലെ തന്നെ നമുക്കിവിടെ സഹോദരൻ അയ്യപ്പൻ്റെ സമഭാവന എന്ന കവിതയിലെ 4 വരികളും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം അതും തമ്മിൽ ഉള്ള ബന്ധം എന്താണ് എന്നിടത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കുക മക്കളെ, എന്താണ്? വലിയ ജീവികൾ ചെറിയ ജീവികളെ പിടിച്ച് തിന്നും. അതാണ് മൃഗങ്ങളുടെ ലോകത്തിലെ നിയമം.
അവിടെ ശക്തിയാണ് വലുത്. മനുഷ്യർ മൃഗങ്ങളെ പോലെയാകരുത്. ചെറിയവരെയും ദുർബലരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മം. ഈ ലോകത്ത് ശക്തിയുള്ളവരും ഇല്ലാത്തവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ടവരാണ്. എല്ലാവരും തുല്യരാണ് എന്ന ചിന്ത, സമഭാവന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സമഭാവനയുടെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യമാണ് കഥയും കവിതയും പറഞ്ഞു തരുന്നത്. അല്ലേ മക്കളെ? സമഭാവനയുടെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചല്ലേ നമ്മുടെ ആരാണ് അവകാശി എന്നുള്ള കഥയും അതുപോലെ തന്നെ നമുക്കവിടെ തന്നിട്ടുള്ള കവിതയും പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പം ഇത്രയാണ് ആ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് എഴുതാവുന്ന ഉത്തരം കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അവിടെ മറ്റൊരു ഭാഗത്തോട്ട് പോകാം. വിരുന്നൊരുക്ക. നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ എന്ത് കാണാം? ഒരു ചിത്രം കാണാം അല്ലേ? അവിടെ നിങ്ങൾക്ക് മീനുക്കുട്ടിയെ കാണാം. അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മണ്ണപ്പൊക്കെ ചുട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഊണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇത്തരത്തിൽ കളിക്കാറില്ലേ മക്കളെ? നിങ്ങളുടെ കൂട്ടുകാരും ഒക്കത്ത് നമ്മൾ ഇത്തരത്തിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന കളികളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? നോക്കിക്കേ മക്കളെ, വിരുന്നൊരുക്കാം. സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത്. മീനുക്കുട്ടി വിരുന്നൊരുക്കുന്നത് നോക്കൂ. അപ്പോൾ എന്താണ് മക്കളെ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ? സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത്. അപ്പം നമ്മുടെ മീനുക്കുട്ടി വിരുന്നൊരുക്കുന്നത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാവയൂണ് എന്ന് പറയുന്നൊരു കവിത നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ പാവയൂണ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ മക്കളെ, പാവയൂണ്. പാവയൂണിനൊരുക്കാൻ നീ പോയി പറയണ്ടോരെ വിളിച്ചോളൂ. പാറുകയായി മീനുക്കുട്ടിയൊരാളെയും വിടുവാൻ പാടില്ല. എന്താണ് മക്കളെ പറഞ്ഞത്? പാവയൂണിനൊരുക്കാം നീ പോയി പറയണ്ടോരെ വിളിച്ചോളൂ. പാറുകയായി മീനുക്കുട്ടിയൊരാളെയും വിടുവാൻ പാടില്ല അല്ലേ? അപ്പോൾ എന്താണ് മക്കൾ ഇവിടെ പാവയൂണ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളിങ്ങനെ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കാറില്ല, അതായത് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഊണ് തയ്യാറാക്കുന്നതിനാണ് ഇവിടെ പാവയൂണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പാവയൂണ് ഒരുക്കുക നീ പോയി പറയണ്ടോരെ വിളിച്ചോളൂ എന്നാണ് പറയുന്നത് അല്ലേ? അതായത് ആരൊക്കെയാണ് ഈ ഭക്ഷണം കഴിക്കാൻ, ഈ ഊണ് കഴിക്കാനായിട്ട് ക്ഷണിക്കേണ്ടത് അവരെയൊക്കെ പോയിട്ട് വിളിച്ചോളൂ എന്ന് പറയുകയാണല്ലേ. പാറുകയായി മീനുക്കുട്ടിയൊരാളെയും വിടുവാൻ പാടില്ല അല്ലേ? അപ്പം അത് പറയാനായിട്ട് മീനുക്കുട്ടി എന്ത് ചെയ്യാണ്? അങ്ങ് പോവുകയാണല്ലേ, പാറിപ്പോവുക എന്നാണ് ഇവിടെ പറയുന്നതില്ലേ. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ ഒരാളെയും വിടുവാൻ പാടില്ല എന്നാണ് പറയുന്നതില്ലേ. അതായത് ഒരാളെ പോലും ആ പാവയൂണിന് ക്ഷണിക്കാനായിട്ട് വിട്ടുപോകരുത് എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ഭാഗം നോക്കിക്കേ. മുറ്റത്തെ പായില മാറ്റി തൂത്തു നിരത്തി വെടിപ്പാക്കി സാരി നീട്ടി പന്തലുമിട്ട് നേരം കഴിയാറായല്ലോ. സാരമില്ല കളിയല്ലേ ഈ പാചകമൊരു കൺകെട്ടല്ലേ. എന്താണ് മക്കളെ പറഞ്ഞത്? നോക്കിക്കേ, അങ്ങനെ നമ്മുടെ മീനുക്കുട്ടി എവിടേക്ക് പോവാണ്? ആളുകളെ ക്ഷണിക്കാനായിട്ട് പോവാണല്ലേ. ഒരാളെയും വിടുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ പാവയൂണിനായിട്ട് എല്ലാവരും ക്ഷണിക്കാനായിട്ട് പോകുന്നത്. പിന്നീട് എന്താ സംഭവിച്ചത് നോക്കിക്കേ. മുറ്റത്തെ പായില മാറ്റി. എന്താണ് മക്കളെ മുറ്റത്തെ പായില മാറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ മുറ്റത്തൊക്കെ മരത്തിൽ നിന്നൊക്കെ പൊഴിഞ്ഞു വീണ ഇലകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്? മാറ്റാണല്ലേ. തൂത്ത് നിരത്തി വെടിപ്പാക്കി, അതായത് അതെല്ലാം നന്നായിട്ട് അടിച്ചു വാരിയിട്ട് എന്ത് ചെയ്യാണ്? വൃത്തിയാക്കി വെക്കുകയാണല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? സാരി നീട്ടി പന്തലുമിട്ട് നേരം കഴിയാറായല്ലോ. അവൾ എന്ത് ചെയ്തു? സാരിയൊക്കെ നീട്ടിയിട്ട് എന്ത് ചെയ്യാണ്? പന്തൽ പോലെയൊക്കെ കെട്ടിയില്ലേ. നമ്മളൊക്കെ അങ്ങനെ ഈ ചോറും കൂട്ടാനൊക്കെ വെച്ച് നമ്മൾ കളിക്കാറുണ്ടല്ലോ. അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മീനുക്കുട്ടിയും അവിടെ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം സാരിയൊക്കെ നീട്ടി അവൾ എന്ത് ചെയ്തു? ഒരു പന്തൽ പോലെയൊക്കെ കെട്ടി. പിന്നെ എന്താണ് പറയുന്നത്? നേരം കഴിയാറായല്ലോ അല്ലേ. സമയം ഒരുപാട് കഴിഞ്ഞൂല്ലേ. അതായത് ഭക്ഷണത്തിന് വരേണ്ട, ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. സാരമില്ല കളിയല്ലേ ഈ പാചകം ഒരു കൺകെട്ടല്ലേ. അപ്പോൾ അവൾ പറയണം അത് സാരല്ല അല്ലേ. അതായത് ഊണിനുള്ള ആ ഒരു സമയം കഴിഞ്ഞെങ്കിൽ ഇതൊക്കെ സാരമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. കാര്യം എന്താണ്? ഇതൊരു കളിയല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പാചകം ഒരു കൺകെട്ടല്ലേ എന്ന് ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത നോക്കിക്കേ. പ്ലാവില കറുക ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും
കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു. എന്താണ് മക്കളെ പറഞ്ഞത്? നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് മക്കളെ അതിനായിട്ട് ഉപയോഗിക്കാറ്? നമ്മൾ മണ്ണ് ഉപയോഗിക്കാറുണ്ട്, കല്ല് ഉപയോഗിക്കാറുണ്ട്, പിന്നെ കുറേ ഇലകൾ, അതുപോലെ തന്നെ ഉണക്ക കൊള്ളികളും പൂവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് ചോറായിട്ടും തോരനായിട്ടും കറികളൊക്കെ ആക്കാനായിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പ്ലാവില, കറുക, അതുപോലെ തന്നെ ഉണക്കത്തോല്, പിന്നെ പൂവും കോലും ചെഞ്ചരലും അല്ലേ, ചെഞ്ചരൽ അല്ലേ, നമ്മൾ ചരൽക്കല്ലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു അല്ലേ. അതൊക്കെ കോരി ഇടാനായിട്ട് അമ്മ വരുന്ന സമയത്ത് ആരാർ വന്നു നിരക്കുന്നു, അതായത് കുറേ ആളുകൾ എന്ത് ചെയ്യാണ് വന്നു നിൽക്കുന്നത്. ആരൊക്കെയാണ് മക്കളെ വന്നു നിൽക്കുന്നത്? നോക്കിക്കേ. കാലുവെന്തു നടക്കും നായ, ആകെ നനഞ്ഞൊരു പെൺപൂച്ച, കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സെത്തി, കൊമ്പുമുളയ്ക്ക കൊച്ചനരാട്, പല്ലില്ലാത്ത മനുക്കുട്ടൻ, കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പൈ, അരികെ താറാവിൻ കൂട്ടം, കോഴിക്കോട് തുറന്നൊരു കൂട്ടർ, ചോണനുറുമ്പിൻ പടയോട്ടം. ആരൊക്കെയാണ് മക്കളെ ഈ അമ്മ ചോറ് വിളമ്പാനായിട്ട് വന്നപ്പോൾ മുന്നിൽ വന്ന് നിരുന്നത്? കാലുവെന്തു നടക്കും നായ അല്ലേ, അതായത് നടന്നു വരുന്ന ഒരു നായ, അതുപോലെ ആകെ നനഞ്ഞൊരു പെൺപൂച്ച അല്ലേ, നനഞ്ഞു വരുന്ന ഒരു പെൺപൂച്ചയുണ്ട്, പിന്നെ കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സെത്തിയില്ലേ, ഒരു വയസ്സെത്തി കാക്കയും വരുന്നുണ്ട്. അവളുടെ കാലൊടിഞ്ഞിട്ടുണ്ട്, അവൾക്കൊരു കണ്ണൊന്നുമില്ല അല്ലേ, അങ്ങനെ ഒരു വയസ്സെത്തി കാക്ക വന്നിട്ടുണ്ട്. പിന്നെ കൊമ്പ് മുളയ്ക്കാത്തൊരു കൊച്ചാടും വന്നിട്ടുണ്ട് അല്ലേ, കൊമ്പൊന്നും മുളയ്ക്കാത്തൊരു കുഞ്ഞാട് വന്നിട്ടുണ്ട്. അതുപോലെ പല്ലില്ലാത്ത മനുക്കുട്ടം വന്നിട്ടുണ്ട്. പിന്നെ കുടമണി കെട്ടിയ ചെമ്പിച്ചിപ്പൈ ഇല്ലേ, അതായത് ഒരു പശു, പൈ എന്ന് പറയുന്നത് എന്തിനെയാണ്? പശുവിനെയാണല്ലോ. അപ്പോൾ ഒരു കുടമണിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു പശുവും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താറാവും കൂട്ടം വന്നിട്ടുണ്ട്. കോഴിക്കോട് തുറന്നൊരു കൂട്ടം അല്ലേ, കോഴിക്കോട് തുറക്കുന്ന സമയത്ത് ആരാണ് വരിക? കോഴികളുടെ കൂട്ടം വരും അല്ലേ, അപ്പോൾ കോഴികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചോണനുറുമ്പിൻ പടയോട്ടം അല്ലേ, ചോണനുറുമ്പുകളും എവിടെ വന്നിട്ടുണ്ട് മക്കളെ? ഈ പാവയൂണ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ടല്ലേ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ടല്ലേ, ഒരുപാട് കുട്ടികൾ ചേർന്നിട്ട് അവിടെ ഈ ചോറും കറികളൊക്കെ വെച്ച് കളിക്കുന്നത് കണ്ടോ മക്കളെ? അവിടെ ചിരട്ടയിലൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ. അണ്ണാർ കണ്ണൻ വേട്ടാളന്മാർ, അരുമത്തുമ്പികൾ പൂമ്പാറ്റ, അമ്പായി പായും പൂങ്കുരുവി, പൂഞ്ചെണ്ടിലുറങ്ങും തേനീച്ച, ചവിറ്റിലക്കിളി മൈനകൾ, മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന. പിന്നെയും വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് വന്നത്? അണ്ണാർക്കണ്ണൻ അല്ലേ, അണ്ണാൻ വന്നിട്ടുണ്ട്, വേട്ടാളന്മാർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അരുമത്തുമ്പികളില്ലേ, തുമ്പികൾ വന്നിട്ടുണ്ട്, പൂമ്പാറ്റ വന്നിട്ടുണ്ട്, അതുപോലെ പൂങ്കുരുവി വന്നിട്ടുണ്ട്, പിന്നെ തേനീച്ച വന്നിട്ടുണ്ട്, ചവിറ്റിലക്കിളി വന്നിട്ടുണ്ട്, മൈനകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന അല്ലേ, കുഴിയാനകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഈ പാവയൂണിന് വന്നെത്തിയിട്ടുണ്ട് അല്ലേ. അതായത് ചെറിയവരും വലിയവരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഈ പാവയൂണിന് വന്നെത്തിയിട്ടുണ്ട് അല്ലേ. അടുത്ത ഭാഗം നോക്കിക്കേ. പാവയൂണിന് പന്തിയൊരുങ്ങി പഴയ യശോദ പിറക്കുന്നു, ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ ആയമ്മയ്ക്കു പകയ്ക്കുന്നു. എന്താണ് മക്കളെ പറഞ്ഞത്? പാവയൂണിന് പന്തി ഒരുങ്ങുന്ന സമയത്ത് പഴയ യശോദ പിറക്കുന്നു അല്ലേ. ആരാണ് മക്കളെ യശോദ? നമ്മുടെ കണ്ണൻ്റെ അമ്മയാണ് ആര്? യശോദ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അമ്മയുടെ മനോഭാവം ആരിലേക്ക് വരിക എന്നാണ് പറഞ്ഞത്? നമ്മുടെ മീനുക്കുട്ടിയിലേക്ക് വരികയാണ് അല്ലേ. എന്നിട്ട് അവരെന്ത് പറയുന്നുണ്ട്? അമ്മയ്ക്ക് എന്താണ്? അമ്മയ്ക്ക് പകയ്ക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ അല്ലേ, ഇത്രയും ആളുകൾ എന്താണ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണല്ലേ. അപ്പോൾ അതെല്ലാം ഇത്രയും ആളുകളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യാണ്? പകയ്ക്കുന്നു. അതായത് അവർക്കൊരു പേടി തോന്നുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത് നോക്കിക്കേ. പറയുകയാണിത് കുറവായമ്മേ, പലരും വരുവാനൊത്തില്ല, ഇവൾക്ക് പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയ്ക്കാൻ. എന്താണ് മക്കളെ പറഞ്ഞത്? നമ്മൾ അമ്മയടുത്ത് പറയാണ്, ഇത് അമ്മ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്?
ഇത് ഒരുപാട് ആളുകളുണ്ടല്ലേ, എല്ലാവർക്കും കൂടി ഭക്ഷണം തികയോ എന്ന് ഓർത്തിട്ടൊക്കെ ആയിരിക്കും അമ്മ പേടിക്കുന്നതില്ലേ. അപ്പം പറയാണ് പല ആളുകൾ എന്ത് ചെയ്തില്ല, വരുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല അല്ലേ. അപ്പം ഇത് കുറവായാലും പ്രശ്നമൊന്നുമില്ല, വന്നവർക്കൊക്കെ എന്ത് ചെയ്യും, അത് തികയും എന്ന് പറയാനില്ല. പല ആളുകൾക്കും ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റിയില്ല. പിന്നെ എന്തുകൂടി പറയുന്നുണ്ട്, ഇവൾക്ക് പുഞ്ചിരി ഉണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയ്ക്കാം അല്ലേ. അവൾ നമ്മുടെ മീനുക്കുട്ടിയുടെ ചിരിയെക്കുറിച്ചാണ് പറഞ്ഞത്. അവളുടെ ആ ഒരു ചിരി കണ്ടാൽ തന്നെ ആളുകളുടെ വയറ് നിറയുമെന്നാണ് പറഞ്ഞതില്ലേ. ഒരൊറ്റ വറ്റായാൽ പോലും നമ്മുടെ മീനുക്കുട്ടിയുടെ ചിരി കണ്ടാൽ ആളുകളുടെ വയറ് നിറയും എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ആരെഴുതിയിട്ടുള്ളതാണ്? VM ഗിരിജ എഴുതിയിട്ടുള്ള കവിതയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ, പാവയൂണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മുടെ ആ ഒരു കവിത പാടി നോക്കണം. മിസ് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് അയച്ചു തരാം കേട്ടോ, ആ ഒരു കവിത. എന്നിട്ട് മക്കൾ നല്ല ഈണത്തിലൊന്ന് പാടി നോക്കുക. അതാണ് നമുക്ക് ആദ്യത്തെ ഒരു പ്രവർത്തനം കേട്ടോ, കവിത താളമിട്ട് ചൊല്ലൂ. അപ്പം മിസ് എന്ത് ചെയ്യാം, അതിലൊരു ഓഡിയോ മിസ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്താൽ എല്ലാവരും നല്ല താളത്തിൽ നല്ല ഭംഗിയായിട്ട് പാടി പഠിക്കുക. അതിനുശേഷം മക്കൾ പാടുന്നത് വോയിസ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും പാടി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ഈ ഒരു പോർഷനൊക്കെ എടുക്കാനാകുമ്പോഴേക്കും മക്കൾ നന്നായിട്ട് ആ കവിത നല്ല താളത്തിലൊക്കെ പാടാനായിട്ട് പഠിച്ചിട്ടിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അതിലുള്ള ബാക്കി പ്രവർത്തനത്തിലോട്ട് പോകാം അല്ലേ. നോക്കിക്കേ, മീനുക്കുട്ടി പറയുകയാണ്, ഇത് കുറവായമ്മേ, പലരും വരുവാനൊത്തില്ല. സദ്യക്ക് ഇനി ആരെല്ലാം വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്? മീനുക്കുട്ടി പറയുകയാണ്, ഇത് കുറവായമ്മേ, പലരും വരുവാനൊത്തില്ല. സദ്യക്ക് ഇനി ആരെല്ലാം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം മക്കളെ, നമ്മുടെ കവിതയിൽ ഒരുപാട് പേര് സദ്യക്ക് വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ടല്ലേ. അപ്പം ഇനിയും ആരൊക്കെ വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്ക് ഇഷ്ടമുള്ള ജീവികളുടെ പേരുകളെല്ലാം മക്കൾക്ക് അതിൽ ഉൾപ്പെടുത്തിയത്. മിസ് ഇപ്പം 1-2 പേരുകളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, പച്ചത്തുള്ളൻ, ഓന്ത്, വണ്ട്, കുരുവി, ചിതൽ, പഴുതാര, തവള, മുയൽ അല്ലേ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ജീവികളുടെ പേരുകൾ അതിൽ തന്നിട്ടുണ്ട്. മക്കൾക്ക് ഇനി നമ്മുടെ കവിതയിലല്ലാത്ത ഇനിയും ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ അവരുടെ പേരുകളെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അതിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന വരികൾ കണ്ടെത്തൂ. തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് ചുരുക്കി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കവിത നമ്മൾ വായിച്ചല്ലോ മക്കളെ. നമ്മുടെ മീനുക്കുട്ടി പാവയൂണ് തയ്യാറാക്കുന്നതും എല്ലാവരെയും ക്ഷണിക്കുന്നതും ആ ഒരു പാവയൂണിന് എത്തിപ്പെട്ടവരും അതുപോലെ തന്നെ അത് ആ ഒരു ഭക്ഷണം തികയോ എന്നോർത്ത് അവരെ ടെൻഷൻ അടിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മീനുക്കുട്ടിയുടെ ഒരു പുഞ്ചിരി മതി മറ്റുള്ളവരുടെ വയറ് നിറയാൻ എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വരികൾ ഏതാണ് എന്നുള്ളത് കണ്ടെത്താനും അത് തിരഞ്ഞെടുക്കാനുള്ള, അതായത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ചുരുക്കി എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, മിസ് ഇവിടെ 2 വരികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിത് ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ അല്ലേ, ആരിവർ എന്ത് പ്രപഞ്ചം മുഴുവൻ എന്നുള്ളത് മിസ് അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് മക്കളെ? കവിതയുടെ കേന്ദ്ര ആശയമായ പ്രപഞ്ചത്തോടുള്ള സ്നേഹവും എല്ലാ ജീവജാലങ്ങളോടുമുള്ള സമഭാവനയും ഈ വരികളിൽ വ്യക്തമാകുന്നു അല്ലേ മക്കളെ? ആ ഒരു പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാം അല്ലേ, എല്ലാ ജീവികളും അവിടെ എത്തിയിട്ടുണ്ട്. വലിയവരും ചെറിയവരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പാവയൂണിന് എത്തിയിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ കവിതയുടെ ആശയമായിട്ടുള്ള എല്ലാ ജീവികളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ സമഭാവനയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ വരികളിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, പിന്നെ മിസ് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വരിയാണ്, നോക്കിക്കേ. ഇവൾക്ക് പുഞ്ചിരിയുണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയ്ക്കാൻ അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എല്ലാവരെയും നോക്കിക്കേ, എല്ലാവരെയും ഊണിന് വിളിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലല്ലോ എന്നോർത്ത് മീനുക്കുട്ടി ഭയക്കുന്നു. എന്നാൽ മുഴുവൻ ആളുകളും വന്നിട്ടില്ലെന്നും വന്നവരുടെ വയറ് നിറയ്ക്കാൻ മീനുക്കുട്ടിയുടെ പുഞ്ചിരി തന്നെ മതി എന്നുമായിരുന്നു മറുപടി. കവി സൂചിപ്പിച്ചിരിക്കുന്ന ഈ വരികളിൽ നിന്ന് മീനുക്കുട്ടിയുടെ സ്വഭാവം പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ആദ്യം അവൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഇത്രയും ആളുകൾ വന്ന സമയത്ത് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണം അതില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ മീനുക്കുട്ടിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. എന്നാൽ ക്ഷണിച്ചിട്ടുള്ള എല്ലാ ആളുകളും വന്നിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ വന്നിട്ടുള്ള ആളുകളുടെ വയറ് നിറയ്ക്കാനായിട്ട് നമ്മുടെ മീനുക്കുട്ടിയുടെ ഒരു പുഞ്ചിരി മതി എന്നുമൊക്കെ അവിടെ പറയുന്നുണ്ടല്ലേ. അതൊക്കെയാണ് നമുക്ക് ആ ഒരു വരിയിൽ
അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കവിതയിൽ വളരെ പ്രധാനപ്പെട്ട വരികളിൽ ഒന്നാണല്ലോ. അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ പ്രധാനമായിട്ടുള്ള വരി എന്ന് തോന്നുന്നത് തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ് കേട്ടോ. മിസ് ഇവിടെ കൊടുത്തിട്ടുള്ള 2 എണ്ണം എന്താണ് ഈ കവിതയിൽ അത്രയും പ്രാധാന്യമുള്ള വരിയാണ്. ഒന്ന് നമ്മുടെ യൂണിറ്റിൻ്റെ അല്ലേ, നമ്മുടെ പാഠഭാഗത്തിൻ്റെ പ്രധാന ആശയം തന്നെ സൂചിപ്പിക്കുന്ന ഒരു വരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മീനുക്കുട്ടിയുടെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ അവളുടെ ഉള്ളിലെ നന്മ എന്താണ് എന്നുള്ള കാര്യമൊക്കെ വിളിച്ചോതുന്ന ഒരു വരിയാണ് നമുക്കവിടെ രണ്ടാമതായിട്ട് മിസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പാവയൂണ് എന്ന് പറയുന്ന കവിത കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള കവിതയാണ്. മക്കൾക്ക് എന്ത് ചെയ്യാം, മിസ് അതിൻ്റെ റെക്കോർഡ് ഇട്ട് തരാം കേട്ടോ. മക്കൾ നന്നായിട്ട് കവിത വായിച്ച് നോക്കുക, അതിൻ്റെ ആശയം മനസ്സിലാക്കുക കേട്ടോ. കൂടുതലൊന്നുമില്ല, നമ്മൾ എല്ലാവരും നമ്മുടെ കൂട്ടുകാർ എല്ലാവരുടെയും ഒപ്പം നമ്മൾ കളിക്കുന്ന കളിയാണ് ഇത്തരത്തിൽ ചോറും കറികളൊക്കെ വെച്ച് കളിക്കുന്ന കളി. അപ്പോൾ അത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് കവിത വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.